Okay. Screen കാണാനുണ്ടോ? Can you see the screen? Hello? Please reply. Screen കാണാനുണ്ടോ? Objectives of financial management വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ലെഫ്റ്റ് ചെയ്തിരുന്നു ബിക്കോസ് ഇറ്റ് ഇസ് ടു ലെന്തി. അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ എടുക്കണില്ല പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ വെച്ചിട്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സെക്ഷനും കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനാൻസ് മാനേജറിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് ഓഫ് ടു ടൈപ്സ്. എങ്ങനെയാണ്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും. എങ്ങനെയൊക്കെ ടു ടൈപ്സ് ആണ് ഉള്ളത്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്? മീൻസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, മൂന്നെണ്ണാണ് വരുന്നത്. വൺ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് കൂട്ടുക. വാട്ട് ഡു യു മീൻ ബൈ വെൽത്ത്? വെൽത്ത് എന്ന് പറയുമ്പോൾ സ്വത്ത് അല്ലെ, അത് കൂട്ടുക. നെക്സ്റ്റ് വൺ വാല്യൂ മാക്സിമൈസേഷൻ. തേർഡ് വൺ ഈസ് വാല്യൂ മാക്സിമൈസേഷൻ. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് വൺ, എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ എൻഹാൻസ് മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് യു ഗോ ത്രൂ ദിസ് പിക്ചർ ഓൺലി റൈറ്റ് നൗ. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തേർഡ് വൺ, പ്രൊമോട്ട് വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇറ്റ് ഇസ് നോട്ട് മണി റിലേറ്റഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, മാനേജ്മെന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, സൊസൈറ്റിയുടെ വെൽബീയിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക കസ്റ്റമേഴ്സിന്, അങ്ങനെയാണെങ്കിലും അതും എന്താണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. പക്ഷെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രോഫിറ്റ്, ഏർണിംഗ് വെൽത്ത്, അത് കൂട്ടുക, പിന്നെ വാല്യൂ കൂട്ടുക. ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ കൂട്ടുക? പ്രോഫിറ്റ് കൂട്ടാനും വെൽത്ത് കൂട്ടാനും വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചോദിച്ചാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 15-20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ലോങ് ക്വസ്റ്റ്യനില്. അപ്പൊ സോ നന്നായിട്ട് നോക്കുക. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പിന്നെ അത് ചെറുതാക്കിയിട്ട് എഴുതിയാലും മതി. പക്ഷെ ഈ പ്രോഫിറ്റ്, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ നമുക്ക് നന്നായിട്ട് എഴുതാനുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഫസ്റ്റ്. വാട്ട് ആർ ദ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്? ഹു ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ? So what is maximization of profit means? Maximization of profit generally is regarded as the main objectives of the business enterprise. Maximization, profit കൂട്ടുക എന്നുള്ളത് എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് എല്ലാവരും കാണുക. ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ട് തുടങ്ങുകയാണ്? വെറുതെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ടാ? No, it is always for the profit intended business. എപ്പോഴും എന്തായിരിക്കും? It is always profit intended. Okay, so maximization of this profit is regarded as the main objective of the business. എപ്പോഴും ഒരു ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, റിലേറ്റഡ് ടു എവറി എന്റർപ്രൈസ്. എല്ലാ ബിസിനസ്സും എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് അത് കൂട്ടണം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ദ ഷെയർ ഹോൾഡേഴ്സ്, ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ ഹു ആർ റിലേറ്റഡ് ടു ദ ബിസിനസ് മസ്റ്റ് ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. ദോസ് ഹു ആർ റിലേറ്റഡ് ടു ദ ബിസിനസ്. ആരൊക്കെ? ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഒരു ക്രെഡിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരും ഈ ബിസിനസ്സിൽ പണം ചെലവാക്കിയവര്. ഓക്കെ, പൈസ ഇട്ട ആൾക്കാർ വേണം. ക്രെഡിറ്റേഴ്സ് എങ്ങനെ ഇടുക? നമുക്ക് കടം ആയിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ കടമായിട്ട് നമുക്ക് കുറച്ച് പൈസ ലോൺ ആയിട്ട് തരുന്ന ആൾക്കാരിനെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവർക്ക് തിരിച്ച് വീണ്ടും റീപേ ചെയ്യണം. സോ ദേ ആർ കോൾഡ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആരാണ്? ദോസ് ഹു
owe money to us. Okay, നമ്മൾ ആർക്കും മണി തിരിച്ചു കൊടുക്കാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാ. അപ്പൊ ഈ ക്രെഡിറ്റേഴ്സ് ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പൈസയിൽ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ആൾക്കാരുടെ പൈസ തിരിച്ചു കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ അവരുടെ ഒക്കെ എന്തായിരിക്കും? അവർക്കൊക്കെ തിരിച്ച് മാക്സിമം പ്രോഫിറ്റ് കൊടുക്കണം എന്നാണ് ഒരു ബിസിനസിന്റെ ഉദ്ദേശം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ആൻഡ് ദ കമ്പനി ക്യാൻ പ്രൊവൈഡ് ദം ദിസ് പ്രോഫിറ്റ് ഓൺലി ഇഫ് the business earns maximum profit. ഒരു ബിസിനസ്സിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനുള്ള അവർക്ക് കമ്പനിക്ക് തിരിച്ച് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ? ഈ ക്രെഡിറ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ എല്ലാവർക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ്, ഷെയർസ് മേടിച്ചിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഒരു ബിസിനസ്സിൽ. സോ ഇവർക്ക് ഇതിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ മോട്ടീവ്. എന്തിനാണ്? ടു റീപേ ദം വിത്ത് മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, എന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം മീൻസ് അടുത്ത ടൈം ഷെയർ ഹോൾഡേഴ്സ്, ഇന്നിപ്പോ 10 ഷെയർസ് വാങ്ങി ഞാനൊരു ഷെയർ ഹോൾഡർ ആണ് വിചാരിച്ചോളൂ ഒരു കമ്പനിയുടെ. സോ ഇന്ന് ഞാൻ 10 ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു ഇൻവെസ്റ്റ് മോർ മണി ഇൻ ദാറ്റ് കമ്പനി. ഒബ്വിയസ്ലി അല്ലെ? ഞാൻ എന്താ ചെയ്യാ? ഇനിയും ഷെയർസ് വാങ്ങാൻ ശ്രമിക്കും. അപ്പൊ എന്താണ്? അതൊരു കമ്പനിക്ക് ബെനിഫിറ്റ് ആണ്. അപ്പൊ കമ്പനി തിരിച്ച് എനിക്ക് പ്രോഫിറ്റ് തരണം, എന്നാൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ലോണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീപേയ്മെന്റ് എപ്പോഴാ സാധിക്കുള്ളൂ? ആ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോണിന്റെ എമൗണ്ട് റീപേ ചെയ്യാൻ എപ്പോഴും സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് വൈ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പറയുന്നത്, according to this view, the main aim or objective of financial management, according to this view, the main aim or objective of the financial management is to earn profit. Okay, with the capital employed. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കൊണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്സും കൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്. എന്താണ് വ്യൂ? ഏത് വ്യൂ കാരണം കൊണ്ട്? ഈ ഒരു വ്യൂ കാരണം കൊണ്ട്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ തിരിച്ചു കൊടുത്ത് അവര് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള വ്യൂ വരുന്നത് എപ്പോഴാണ്? പ്രോഫിറ്റ് നന്നായിട്ട് ഏൺ ചെയ്യുമ്പോൾ, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് വീണ്ടും അവരുടെ അടുത്ത് നിന്ന് പൈസ ഇങ്ങോട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസ്. ഓക്കെ, നെക്സ്റ്റ്, വൈ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, എന്താണ്? എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് പിന്നെയും അട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനിയിലോട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. സോ ഇവിടെ വേറെ കുറെ അഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹെൽപ്സ് ഇൻ സർവൈവൽ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ? സർവൈവൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന്റെ സർവൈവൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോവും അല്ലെ? ബിസിനസ്സിൽ പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ഇല്ലാണ്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് എപ്പോഴും ബിസിനസ്സിൽ എന്ത് വേണം? പ്രോഫിറ്റ് വേണം അല്ലെ? നെക്സ്റ്റ്, profit maximization enables to set aside the requirement of fund for future. It's fund for future. Okay, so profit maximization എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫണ്ട് റിക്വയർമെന്റ്, ഫ്യൂച്ചറിലുള്ള ഫണ്ട് റിക്വയർമെന്റ് എന്ത് ചെയ്യുന്നു? എനേബിൾ ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഫണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നു? എനേബിളിംഗ് ദ ഹലോ ക്ലിയർ ആവുന്നില്ലേ? റേഞ്ചിന്റെ പ്രശ്നം കാരണം, മഴ ഉള്ളതുകൊണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഐ എം റെക്കോർഡിംഗ് ദി ക്ലാസ്, ജസ്റ്റ് ലിസൺ ടു മീ. സോ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അട്രാക്ട്സ് ഇൻവെസ്റ്റേഴ്സ് to invest their savings in securities. Profit maximization എന്ത് ചെയ്യും? Attracts the investors. Investors means what? Creditors. നമ്മുടെ investors means creditors. Okay,
സോ ഈ ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ ദി സെക്യൂരിറ്റീസ്. കമ്പനിയിലെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് അതില് ഷെയർസ് അല്ലെങ്കിൽ അതിന്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത്, നമുക്ക് ആ കമ്പനിയുടെ ഭാഗമായ കൊള്ളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. ഓക്കെ, സോ നെക്സ്റ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രൊവൈഡ് മാക്സിമം റിട്ടേൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. മാക്സിമം റിട്ടേൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ഇതെന്താണ്, എന്തിനാണ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്, ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ്, കമ്പനിയിൽ പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം എനിക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഷെയർസ് മേടിക്കുന്നുണ്ടാവുക, അല്ലേ. സോ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഷെയർസ്, കൂടുതൽ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെ. എന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അത്ര പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ മാക്സിമം റിട്ടേൺ ആണ് കിട്ടുക. ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം എന്ത് കിട്ടും, റിട്ടേൺ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് എപ്പോഴാ സാധിക്കുള്ളൂ, വെൻ there is profit maximization. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ദ സ്റ്റാൻഡേർഡ് ടു മെഷർ സക്സസ് ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ആണെന്നാ പറയുന്നത്. വാട്ട് സ്റ്റാൻഡേർഡ്, എന്താണ്, അളക്കണ ഒരു സ്റ്റാൻഡേർഡ്. ടു മെഷർ, എന്തിനാണ്, മെഷർ, അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആണെന്നാ പറയുന്നത് പ്രോഫിറ്റ്. എത്ര കൂടുതൽ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ അത്ര കൂടുതൽ സക്സസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ. എന്ത് നോക്കിയിട്ടാ നമ്മൾ പറയാ, വി ലുക്ക് ടു ദ പ്രോഫിറ്റ് ആൻഡ് സേ ദാറ്റ് ദ ബിസിനസ് ഈസ് വെരി സക്സസ്ഫുൾ, അല്ലെ. പ്രോഫിറ്റ് നല്ല ഉള്ള കമ്പനി നല്ല സക്സസ്ഫുൾ ആയിരിക്കും. പ്രോഫിറ്റ് കുറവുള്ള കമ്പനി സക്സസ് കുറവാണെന്ന് നമ്മൾ പറയും. കാരണം എന്താ, അതൊരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ടു മെഷർ ദ സക്സസ്. സക്സസ് അളക്കാനുള്ള ഒരു മെഷർ ആണ് എന്ത്, പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ്. സോ സക്സസ് ഓഫ് ദ ബിസിനസ്, ദ മോർ പ്രോഫിറ്റ് ദ ബിസിനസ് ഏർൺസ്, ദ മോർ സക്സസ്ഫുൾ ദ ബിസിനസ് ഈസ്. ഓക്കെ, എത്ര കൂടുതൽ മോർ പ്രോഫിറ്റ് ഉണ്ടോ അത്ര സക്സസ്ഫുൾ ആണ് ബിസിനസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈ, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ്. ഓക്കെ, നെക്സ്റ്റ്, ക്രിറ്റിസിസം ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എല്ലാവരും പറഞ്ഞു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ദ മെയിൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞു, അല്ലെ. ഇസ് ദ ഇമ്പോർട്ടന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞു. But there was a criticism. What do you mean by criticism? ഈ ഒരു തോട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത് കുറച്ച് കാരണങ്ങൾ കൊണ്ട്, ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല ഏറ്റവും വലുത്. ഓക്കെ, സോ എന്താണ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നത്, ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഹെൻസ് പ്രോഫിറ്റ് കനോട്ട് ബി അസർട്ടൈൻഡ് ഇൻ അഡ്വാൻസ്. അത് കാരണം കൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂച്ചർ നമുക്ക് നന്നായിട്ട് അറിയില്ല, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. അത് കാരണം കൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ലപോലെ പണിയെടുക്കണം, അല്ലെ. ആ കമ്പനിയിൽ നല്ല അധ്വാനം വേണ്ടി വരും. അത് ആരാ ചെയ്യാ, കൺസ്യൂമേഴ്സും വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ആ കമ്പനി എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിനെയും വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് എത്തിക്കുക. പ്രോഫിറ്റിന്റെ പിന്നാലെ പോയാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺസ്യൂമേഴ്സിനെയും നമ്മുടെ വർക്കേഴ്സിനെയും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. എക്സ്പ്ലോയിറ്റ് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക. ഓക്കെ, കൂടുതൽ അവേഴ്സ് പണിയെടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് കൊടുക്കാതിരിക്കുക, കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ട് നല്ല പൈസ വില കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പൊ കൺസ്യൂമേഴ്സിനും വർക്കേഴ്സിനുമുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. വെറും പ്രോഫിറ്റിന്റെ പുറകെ പോയാൽ. It doesn't take into consideration the welfare of the society. സൊസൈറ്റിന്റെ വെൽഫെയറിനെ കുറിച്ച് അധികം നോക്കില്ല. Okay, it is not much very care about, it doesn't take any care about the welfare of the society. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് ആ കമ്പനി പ്രവർത്തിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് ദ പ്രോഫിറ്റ് ഓൺലി. പ്രോഫിറ്റിന്റെ പിന്നാലെ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ സൊസൈറ്റിക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും ഇറ്റ് ഡസന്റ് കെയർ. ഓക്കെ,
സൊസൈറ്റിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. സോ അത് കാരണം കൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇറ്റ് അട്രാക്ട്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നടത്തുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പറ്റീഷനിലേക്ക് എന്താ ചെയ്യുക? നമ്മൾ കോമ്പറ്റീഷന്റെ ഇടയിൽ പെട്ടുപോകും. ഓക്കെ, ബിക്കോസ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിൽ കമ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് കൂടുതൽ പ്രോഫിറ്റ്, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം. അതിന്റെ ഇടയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഇറ്റ് അട്രാക്ട്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മുടെ കമ്പനിയും അതിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ മറ്റുള്ള കമ്പനീസിനോട് എന്ത് ചെയ്യും? കമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കിയാൽ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീഷൻ എന്നുള്ള ഒരു എലിമെന്റ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരിക്കും ബിക്കോസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പോയാൽ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന ഫാക്ടർ നമ്മുടെ കമ്പനിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ ക്രിറ്റിസിസം ആയിരുന്നു എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന റൂളിന്. സോ ഈ ക്രിറ്റിസിസം കാരണം കൊണ്ട് അടുത്തൊരു മാക്സിമൈസേഷൻ വന്നു. എന്താണത്? മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. വാട്ട് ഈസ് ഇറ്റ്? മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് is regarded as the main objective of the business enterprise. Maximization of wealth എന്താണ്? It is the main objective of business enterprise എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സോളമൻ ഇസ്രേ ആണ് പറഞ്ഞത്. ഓക്കെ, സോളമൻ ഇസ്രേ എന്താ പറഞ്ഞ? മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ആയിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്? The concept of shareholders wealth maximization was introduced by David Durant and Ledzin in 1952. ഓക്കെ, ഇവര് ഈ പറയുന്ന സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. വാട്ട് യു മീൻ ബൈ വെൽത്ത്? ഫസ്റ്റ് വെൽത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന റിട്ടേൺ ആണ് വെൽത്ത്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് കൊടുക്കുക, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്, അതാണ് വെൽത്ത്. കാരണം അവരുടെ വെൽത്ത് ആണ് ഇൻക്രീസ് ആവണത്. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വെൽത്ത് ഇൻക്രീസ് ആവുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. പക്ഷെ ഇവിടെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല വേണ്ടത്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ആണ് വേണ്ടത്. കാരണം വെൽത്ത്, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടിയാൽ മാത്രമേ നാളെ വീണ്ടും ഷെയർ ഹോൾഡേഴ്സ് എന്താ ചെയ്യുക? വീണ്ടും ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ സപ്പോർട്ട് എപ്പോഴേ ഉണ്ടാവുള്ളൂ? വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ ദ കമ്പനി. അല്ലെ, അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം വെൽത്ത് മാക്സിമൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഈ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡേവിഡ് ഡുറന്റ് ആൻഡ് ലെഡ്സിൻ ഇൻ 1952. 1952 ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതുവരയ്ക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ എന്താണ് maximization of wealth? means maximization of market price per share. ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, ലോങ് റണ്ണില് അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ കുറെ കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ വില ചിലപ്പോൾ സപ്പോസ് 5 രൂപയായിരുന്ന ഷെയറിന്റെ വില ഒരു 10 രൂപയൊക്കെ ആയി മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓ ദ കമ്പനി ഈസ് വെരി ഗുഡ് ഇൻ മേക്കിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ കമ്പനി സക്സസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് അതിന്റെ ഷെയർസ് എന്തായി 5 രൂപയിൽ നിന്ന് 10 രൂപയായി ഇപ്പോ. ഓക്കെ, സോ അപ്പോ അതാണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും കാരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ വെൽത്ത് മാക്സിമൈസേഷൻ അപ്രോച്ച്. ഓക്കെ, ദ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന കൺസെപ്റ്റ് എയിംസ് അറ്റ് മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതിന്റെ എയിം എന്താണ്? to maximize the wealth of the shareholders. Okay, by increasing earning per share. Okay, earning per share എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയാം, അതാണ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഈ ഏർണിംഗ് പെർ ഷെയർ കൂട്ടലാണ് എന്താണ്? ഇൻക്രീസ് ചെയ്യലാണ് ഈ വെൽത്ത് മാക്സിമൈസേഷന്റെ ഉദ്ദേശം. ഇറ്റ്സ് എയിം ഈസ് ടു ഇൻക്രീസ് ദ ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ,
Next one, advantages of wealth maximization. What is the advantages of wealth maximization? It guides the management in suitable dividend policy. നല്ല വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കാൻ പറ്റും. ഡിവിഡൻഡ് പോളിസി മീൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പെർസെൻറ്റേജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എന്ന് ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ് ഡിവിഡൻഡ് പോളിസി. ഓക്കെ, സോ ഈ ഡിവിഡൻഡ് പോളിസിനെ ഗൈഡ് ചെയ്യാൻ, മാനേജ്മെന്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വൃത്തിക്കുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കാൻ സഹായിക്കും വെൽത്ത് മാക്സിമൈസേഷൻ. ഓക്കെ, ദ നെറ്റ് എഫക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെഷേർഡ് ക്ലിയർലി. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എത്ര നടന്നു, നമുക്ക് അതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ദ നെറ്റ് എഫക്ട്. ഓക്കെ, എത്ര ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി, വാട്ട് ഈസ് ദ റിട്ടേൺ വി ഹാവ് റിസീവ്ഡ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ക്ലിയർലി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. വാട്ട് യു മീൻ ബൈ ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇന്നൊരു ഷെയറിന്റെ വില 5 രൂപയായിരുന്നു, നാളേക്ക് അത് എന്തായി? ₹10 ആയി മാറി. അപ്പോ വാട്ട് ഈസ് ദ ടൈം വാല്യൂ ഓഫ് ദാറ്റ് ഷെയർ? ഇറ്റ് ഇൻക്രീസ്ഡ് അല്ലെ? ടൈം വാല്യൂ ഓഫ് ടൈം വാല്യൂ ഓഫ് ദ മണി ഓഫ് ദ ഷെയർ പെർ ഷെയർ ഇൻക്രീസ്ഡ് അല്ലെ? 5 രൂപയിൽ എന്തായി? 10 രൂപയായി മാറി. അപ്പൊ ടൈം വാല്യൂ, പിന്നെ ടൈമിനനുസരിച്ചിട്ട് ആ ഒരേ സാധനത്തിന്റെ വാല്യൂ ഇൻക്രീസ് ആവുക ഡിക്രീസ് ആവുക, മണി വാല്യൂയിൽ ഇൻക്രീസ് ആവുക ഡിക്രീസ് ആവുന്ന ഒരു സംഭവമാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, ഇന്ന് 5 രൂപയുള്ള സാധനം നാളെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് എത്ര രൂപ വരും എന്നുള്ള നോക്കലാണ് ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, സോ അത് ഇവിടെ ഏതിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും? നമ്മുടെ ഷെയർസിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇതിൽ നോക്കുക. അപ്പോൾ ഇതിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഇതിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, ടൈം വാല്യൂ ഓഫ് മണി ഒക്കെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, it focuses on the long term growth and development of the organization. Wealth maximization എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു വെൽത്ത് മാക്സിമൈസേഷനിലൂടെ നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള ഗ്രോത്തും അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Next one, it is universally accepted because it takes care of the interest of the financial institutions, owners, employees and public at the large. Okay, ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആവാനുള്ള കാരണം എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ. ബിക്കോസ് അത് ആരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ ടേക്ക് കെയർ ചെയ്യും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം വെൽത്ത് എപ്പോഴാണ് ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാലേ വെൽത്ത് ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യും, അതേപോലെ ഓണേഴ്സിന്റെയും ഇൻട്രസ്റ്റ് രക്ഷിക്കും, അതേപോലെ എംപ്ലോയീസ് നല്ല വർക്കിംഗ് കണ്ടീഷൻ, നല്ല സാലറി, നല്ല വേജസ് ഒക്കെ ഉണ്ടായിരിക്കും. ജനറൽ പബ്ലിക്കിനും നല്ലതാണ്. കാരണം ഒരു കമ്പനി നന്നായിട്ട് സക്സസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഒരു സിറ്റിസൺസിന്റെ എക്കണോമിനെയും ബാധിക്കും, അതേപോലെ തന്നെ അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അവർക്ക് നല്ല സർവീസ് കിട്ടും, നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കാരണം കൊണ്ടാണ് ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈ വെൽത്ത് മാക്സിമൈസേഷനിലും ക്രിറ്റിസിസം വന്നു. ചിലർ ഇതിലും യോജിച്ചില്ല, വെൽത്ത് മാക്സിമൈസേഷൻ ശരിയല്ല പറഞ്ഞു. വെൽത്ത് മാത്രം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് മാത്രം നോക്കിയാൽ മതിയോ? ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ആൾക്കാർക്ക് മാത്രം ഡിവിഡൻഡ് കിട്ടിയാൽ മാത്രം മതിയോ? അത് പോരാ. ഓക്കെ, അതിലാണ് ക്രിറ്റിസിസം, ഈ ഒരു കൺസെപ്റ്റിലും ക്രിറ്റിസിസം ഒക്കെ വന്നത്. ഓക്കെ, എന്താണ് ക്രിറ്റിസിസം? The concept of increasing the wealth of the shareholders differ from company to company. Okay, increasing the wealth differ from company to company. Okay, എല്ലാ കമ്പനിയില് ഒരുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല. വെൽത്ത് മാക്സിമൈസേഷൻ എല്ലാ കമ്പനിയില് ഇറ്റ്സ് നോട്ട് സെയിം. ഓക്കെ,
അത് പല പല കമ്പനിയിൽ ഡിഫറെന്റ് ആയി മാറും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേപോലെ ഇൻക്രീസിങ് ദ വെൽത്ത് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ എന്താ പറഞ്ഞു നേരത്തെ, വെൽത്ത് എപ്പോഴാണ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താൽ മാത്രം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ് ഇത്. പിന്നെ ഇപ്പൊ എന്താ വ്യത്യാസം അതില്? It is indirect name of profit maximization. Okay, indirect name of profit maximization. Profit maximization തന്നെ indirect name ആണ് wealth maximization എന്നാണ് criticism പറഞ്ഞത്. Okay, അടുത്തത് it is useful for large organization. എന്തിനാണ് useful for large organization? Small organization have limited financial resources, so they prefer maximize their profit first. അപ്പൊ എന്താ ചെയ്യാ, ഇത് വെറും വലിയ വലിയ ഓർഗനൈസേഷൻസിന് മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള കമ്പനീസിൽ ഷെയർസ് ആയിട്ട് അവരുടെ ഷെയർസ് വിറ്റിട്ട് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന കമ്പനീസിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാത്ത ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവർക്കൊന്നും ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന കൺസെപ്റ്റ് സ്യൂട്ടബിൾ ആവില്ല. കാരണം എന്താ, അവരുടെ അടുത്ത് കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സസ്, കുറച്ച് ഫണ്ട്സേ ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് അവർ മാക്സിമൈസേഷൻ എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക? പ്രോഫിറ്റ് മാത്രം ഞങ്ങൾക്ക് കൂട്ടി കിട്ടിയാൽ മതി എന്ന് ഉള്ളതാ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പൊ ഇത്രയും നമ്മൾ നോക്കിയത് രണ്ട് ടോപ്പിക് ആണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പൊ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. പക്ഷെ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ലോങ് ടേം. ലോങ് ടേമിലാണ് വെൽത്ത് നോക്കുക, വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. പ്രോഫിറ്റ് എല്ലാ കൊല്ലം കൂട്ടി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഷോർട്ട് ടേം കൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ aims at maximization of profit of the organization. എന്താണ്? maximization of the profit of the organization. ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനാ നോക്കുക. പക്ഷെ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ആർക്കാണ് വേണ്ടിയിട്ടാ ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന്. ഇവിടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഇത് ഷോർട്ട് ടേം ആൻഡ് ദിസ് ഇസ് ലോങ് ടേം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മെഷേഴ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷെ വെൽത്ത് മാക്സിമൈസേഷനിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം, എത്ര വർഷം വരെ ഈ ബിസിനസ് ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ പോയാൽ എത്ര വർഷം വരെ നമുക്ക് പോകാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ആ ഓർഗനൈസേഷന് ഉണ്ട് എന്നുള്ളത് വി ക്യാൻ നോ ദാറ്റ്, മെഷർ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ഇവിടെ ഒരിക്കലും ടൈം വാല്യൂ ഓഫ് മണി നോക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, വെൽത്ത് മാക്സിമൈസേഷനിൽ ടൈം വാല്യൂ ഓഫ് മണി എത്രയാണ് നോക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ഇൻക്രീസിംഗ് ഏർണിംഗ് പെർ ഷെയർ. ദിസ് ഇസ് ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, EPS മീൻസ് ഏർണിംഗ് പെർ ഷെയർ. ഒരിക്കലും ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ ഉണ്ട്. ഓക്കെ, ഇവിടെ ആ പോയിന്റ് എഴുതിയിട്ടില്ല. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ഇൻക്രീസിംഗ് ഏർണിംഗ് പെർ ഷെയർ. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഹിയർ. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ഇൻക്രീസിംഗ് ഏർണിംഗ് പെർ ഷെയർ. നെക്സ്റ്റ് അടുത്തത് ഇറ്റ് ഇഗ്നോർ സൊസൈറ്റി. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് സൊസൈറ്റീനെ ഇഗ്നോർ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കൺസിഡർ ചെയ്യും സൊസൈറ്റീനെ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റും കൂടി സംരക്ഷിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് മീൻസ് ഇത് പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു അപ്രോച്ച് ആണ്. എല്ലാവർക്കും അറിയാം ബിസിനസ് എന്തിനാ തുടങ്ങുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത് അല്ലെ, ജസ്റ്റ് ഫോർ ഏൺ പ്രോഫിറ്റ്. ബട്ട് ഇവിടെ എന്താണ്? മോഡേൺ അപ്രോച്ച്. ഇറ്റ് ഈസ് എ മോഡേൺ അപ്രോച്ച്. പ്രോഫിറ്റ് മാത്രം മാക്സിമൈസ് ചെയ്യണതല്ല, ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം നമുക്ക് മനസ്സിലായത് അല്ലെ. അടുത്തത് ഇറ്റ് ഇഗ്നോർസ് റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടർ ഇഗ്നോർ ചെയ്യും. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും നമ്മൾ ചെയ്യും. പക്ഷെ ഇവിടെ
കൺസിഡേഴ്സ് ദ റിസ്ക് ഫാക്ടർ നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ നോക്കുള്ളൂ. നമ്മുടെ ഓർഗനൈസേഷന് എന്തൊക്കെ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുള്ളൂ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് വൺ ആണ് വാല്യൂ മാക്സിമൈസേഷൻ. ഓക്കെ, പ്രോഫിറ്റ് കഴിഞ്ഞു, വെൽത്തും കഴിഞ്ഞു. ഇനി എന്താ മാക്സിമൈസ് ചെയ്യേണ്ടത്? വാല്യൂ മാക്സിമൈസേഷൻ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ക്രിറ്റിസിസം കഴിഞ്ഞു. പ്രോഫിറ്റ് മാത്രമല്ല ഇൻക്രീസ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു? ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീന്റെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അതിലും ക്രിറ്റിസിസം വന്നപ്പോ പിന്നെ എന്താണ് നമുക്ക് കൂട്ടണം? ശരിക്കും ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ശരിക്കും ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം ചോദിച്ചപ്പോ അപ്പൊ വന്നതാണ് വാല്യൂ മാക്സിമൈസേഷൻ. What do you mean by value maximization? Another objective of the organization is to increase its value. എന്താണ് വാല്യൂ? വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? The total value of an organization. Total value of an organization comprises of all the financial asset such as equity, debt, preference shares, വാറന്റ്സ്, ഇവക കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അസറ്റ്സ് എത്രയൊക്കെ ആ ഓർഗനൈസേഷനിൽ ഉണ്ടോ അതൊക്കെ കൂടിയിട്ടാണ് അതിൻ്റെയൊക്കെ വാല്യൂ കൂട്ടണം എന്നാണ് പറഞ്ഞത്. ഒരു ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്, ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ എത്ര ഈക്വിറ്റി ഉണ്ടോ, ക്യാപിറ്റൽ ഉണ്ടോ, എത്ര ഡെപ്റ്റ് ഉണ്ടോ, എത്ര പ്രിഫറൻസ് ഷെയർസ് ഉണ്ടോ, എത്ര വാറന്റ് പറഞ്ഞ സെക്യൂരിറ്റി ആണ് കേട്ടോ, സെക്യൂരിറ്റീസ് എത്രയുണ്ടോ അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എത്രയുണ്ടോ ഇതിന്റെ ഒക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞത്? വാല്യൂ മാക്സിമൈസേഷൻ. മെയിൻലി ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യലാണ് എന്താണ് ഈ വാല്യൂ മാക്സിമൈസേഷൻ ഉദ്ദേശിച്ചത്. ഓക്കെ, value maximization is similar to wealth maximization. Is similar, it is not the same, it is similar. Okay, same പറയുന്നതും സിമിലർ പറയുന്നതും വ്യത്യാസം. ഒരേ പോലെയാണ് എന്നാ പറയുന്നത്. ഇറ്റ്സ് സിമിലർ. വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ ഈസ് സിമിലർ ടു വെൽത്ത് മാക്സിമൈസേഷൻ. കാരണം എന്താ? വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, വാല്യൂ ഓഫ് ഷെയർസ് മാത്രം കൂട്ടാൻ മാത്രമേ എന്ത് നോക്കുള്ളൂ? നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ ട്രൈ ചെയ്യുള്ളൂ. പക്ഷേ whereas value maximization is a broader concept, കുറച്ചും കൂടി broader concept which not only focuses increasing the value of equity share but also the value of financial asset. എന്താണ്? വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇറ്റ് നോട്ട് ഓൺലി ഇതിന്റെ കാട്ടിലും വലുതാണ് വാല്യൂ മാക്സിമൈസേഷൻ. ദിസ് ഇസ് വാല്യൂ മാക്സിമൈസേഷൻ. അതിന്റെ ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രമാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഓക്കെ, സോ ഇതിന്റെയും ചെറിയ പാർട്ടാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. മൊത്തത്തിൽ വലിയ കൺസെപ്റ്റ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ, അതിലുള്ള ഒരു ചെറിയ ബ്രോഡർ കൺസെപ്റ്റ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. ആ വെൽത്ത് മാക്സിമൈസേഷന്റെ ഒരു ഭാഗമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദിസ് ഇസ് ഓൾ എന്താണ്? ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ, വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ, വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ. ഓക്കെ.